വഞ്ചിപ്പാട്ടിനൊക്കെ ഇത്ര ആവേശമുണ്ട് ചേട്ടൻ. ഞാനിങ്ങനെ അടുത്ത് നിൽക്കുമ്പോഴേ നമുക്ക് ഇങ്ങനെ എന്തോ ഇങ്ങനെ ശരീരത്തോട്ട് കയറുന്ന പോലെ തോന്നുന്നുണ്ട്. അതുപോലെ വഴികള് ഇത് പ്രധാന വഴിയാണ്, ഇപ്പൊ നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിലേക്കുള്ള വഴിയാണ്. നമ്മളിപ്പോ ഈ ഉള്ളത് ഈ വഴി എന്ന് പറഞ്ഞാല് ഫിനിഷിംഗ് പോയിന്റിലേക്ക് പറഞ്ഞാൽ തൊട്ട് പുറകിലോട്ടാണ് നമ്മളിപ്പോ ഇറങ്ങി വന്ന പ്രവേശന കവാടമില്ലേ, അവിടെ ജില്ലാ കോടതിയിൽ അവിടെ ഇങ്ങോട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുക. വാഹനങ്ങൾക്കൊന്നും പ്രവേശനമില്ല. ഒഫീഷ്യൽ, അതായത് മാധ്യമപ്രവർത്തകര് പിന്നെ പോലീസ് അങ്ങനെ അവശ്യ സർവീസുകൾക്കൊക്കെയാണ് നിലവില് കൊടുത്തിരിക്കുന്നത്. ആലപ്പുഴ എവിടെ നോക്കിയാലും കാഴ്ചയാണ്. ഇത് കൊള്ളാലോ സംഭവം. ഇതെന്ന് വെച്ചാൽ ഞാൻ മറ്റേ ആഞ്ഞിലിയിലെ വള്ളമൊക്കെ കണ്ടിട്ടുണ്ട്. ബാംബു ക്രാഫ്റ്റ് ആണ്. ഇച്ചിരി വെയിലുണ്ട്, നല്ല വെയിലുണ്ട്. എന്തായാലും മഴയൊക്കെ മാറിയിട്ടുള്ളൂ. ഒന്ന് നമുക്കൊന്ന് നീങ്ങി നിന്നിട്ടൊന്ന് നോക്കിയാൽ ഇതൊന്ന് കണ്ടിട്ട് പോട്ടെ. ശരി, ഇത് കൊള്ളാൻ ഇത് പ്രോസസ്ഡ് ബാംബു ആണ്. നല്ല ഫിനിഷിംഗ് ആണല്ലോ ചേട്ടാ ഇത് ഇമാതിരി ആക്കി എടുക്കണമെങ്കിൽ. ഇതൊരു ഞാൻ ബേസിക്കലി ഒരു ആർട്ടിസ്റ്റ് ആണ്. തോമസ് ചേട്ടാ എവിടത്തെ? ഇടുക്കിയിൽ നിന്ന് വരുന്നത്. ഇടുക്കി ചെമ്മണ്ണാർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്. അല്ല, അപ്പൊ ചേട്ടൻ എന്താണ് ആലപ്പുഴ കാര്യം? പറയ എങ്ങനെയാണ് ഇപ്പൊ ഇതിന്റെ ഒരു വിൽപ്പന അങ്ങനെയൊക്കെ ആണോ നമ്മുടെ? എന്റെ ഉദ്ദേശം അതൊക്കെ തന്നെയാണ്. അതെ, ഇപ്പൊ ഉണ്ടാക്കിയത് ഇതുവരെ ഉണ്ടാക്കിയതെല്ലാം പോയി. ഇതിപ്പോ ഞാൻ കൊച്ചി ബിനാലെ ഉദ്ദേശിച്ചാണ് ഉണ്ടാക്കിയത്. അപ്പൊ നമ്മളിത് ഒരു ഗിഫ്റ്റ് പീസായിട്ട് ഇവിടെ സെയിലാക്കാൻ ഉദ്ദേശിച്ചാണ്. ചേട്ടാ ഉടനെ ഞാൻ പറയുന്ന ചേട്ടൻ ഒരു 10 മിനിറ്റിനകത്ത് ഇത് പോകും. കാരണം അല്ലേ അത്രയ്ക്ക് ഭംഗിയുണ്ട് കാണാൻ. ചേട്ടൻ ഇതൊരു ഭയങ്കര കൗതുകം. ഇതൊന്നും കാണിച്ചു കൊടുക്കട്ടെ. ഇതുണ്ടോ? പക്ഷെ ഇത് ആക്ച്വലി നമ്മുടെ ശരിക്കും ഇത് ഞങ്ങളുടെ ഹൗസ് ബോട്ട് അല്ലെ, ഹൗസ് ബോട്ടിന്റെ ഒരു മാതൃകയാണ്. പക്ഷെ എന്നാലും കുറച്ച് വ്യത്യാസമുണ്ട്. ഒരു കൊടിയൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഹൗസ് ബോട്ട് എന്നൊക്കെ പറയുമ്പോ ശരണിക്ക് ഹൗസ് ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. സ്വന്തമായി ഹൗസ് ബോട്ടുള്ള ശരണ്യ മുതലാളിയാണ്. ഞാൻ മുതലാളിയാണ്. അപ്പൊ ഹൗസ് ബോട്ട് കണ്ടപ്പോ അത്രയും കൗതുക ശരണിക്ക് ഉണ്ടായി. ചേട്ടാ അപ്പൊ ഇത് എത്ര കാലം കൊണ്ടാണ് ഉണ്ടാക്കിയത്? ഇതൊരു 1.5 വർഷം എടുത്തിട്ടുണ്ട് ഫിനിഷ് ചെയ്യാൻ. 1.5 വർഷം? ഒരു ദിവസം ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ വർക്ക് ചെയ്യും അങ്ങനെ. അപ്പൊ അത് ത്രൂ ഔട്ട് വർക്ക് ചെയ്താലും അതിന്റേതായ ഫിനിഷിങ് വരില്ല. അപ്പൊ ചേട്ടന്റെ ഞാൻ ചോദിക്കുന്നത് മെറ്റീരിയൽ മാറിക്കൊണ്ടിരിക്കുവോ? ഇല്ല, മെറ്റീരിയല് നമ്മൾ പ്രോസസ് ചെയ്തുകൊണ്ട് ബേസിക്കലി ഇത് ബാംബു ആണെങ്കിൽ ഇതിന്റെ സബ്സ്റ്റൻസ് ഈസ് ഓൾറെഡി ചേഞ്ച്. അതാണ്. ഇതിൽ വേറൊരു പ്രശ്നം ഇതുണ്ട്. അശ്വതി ഇത് നോക്കിക്കേ, പുള്ളി പറയുന്ന പോലെ ഇത് ശരിയാണ്. 1 വർഷം എന്നൊക്കെ പറയുമ്പോഴേ ഇതുണ്ടോ എല്ലാം ഓരോ ചെറിയ പീസാണ്, ചെറിയ ചെറിയ പീസാണ് എല്ലാം എന്നുള്ളതാണ്. അതായത് ഓരോ സാധനങ്ങളും വളരെ ചെറുതായിട്ട് ഇത്രയും ചെറിയ. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒരു 25 ഇയർ ഗ്യാരണ്ടി കൊടുക്കാൻ എനിക്ക് കഴിയും. അതെ, ഇത് കണ്ടോ, ഇത് പ്രേക്ഷകർ ഇത് കാണണം. കാരണം എന്താ വെച്ചാൽ ഓരോ ചെറിയ നാരുകൾ ഉപയോഗിച്ച്, മുളയുടെ നാരുകൾ ഉപയോഗിച്ച് എത്ര പാടുപെട്ടായിരിക്കും ഇങ്ങനെ നെയ്ത് കൺസ്ട്രക്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിരിക്കുന്നത് അല്ലെ. തീർച്ചയായിട്ടും വള്ളംകളി കാണാൻ എത്തുമ്പോ നെയ്യപ്പം നിന്നാ രണ്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞ പോലെ വള്ളംകളിയും കാണാം, ഒപ്പം വിൽപ്പന ബിസിനസ്സും ആണ്. ഇത് സത്യം പറഞ്ഞ 2 കാര്യമില്ല, ഒരു കാര്യമുള്ളൂ. എനിക്ക് വള്ളംകളിയല്ല പ്രശ്നം. അതാണിതേ, ഇവിടെ വള്ളംകളി അല്ല പ്രധാനം എന്ന് പറഞ്ഞാൽ നമുക്ക് അല്ല നമ്മുടെ ഉപജീവനാണ്. അതെ അതെ. ചേട്ടാ എന്താ ഒരു വീട്ടിൽ ഞാനുണ്ട്, വൈഫുണ്ട്. ഞാൻ ബേസിക്കലി ഒരു ഫാർമറാണ്. പിന്നെ നമ്മുടെ ഒരു സൈഡ് ബിസിനസ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, ഞാൻ ഈ വള്ളംകളിയുടെ താല്പര്യം അതിനേക്കാൾ ബിസിനസ് ആണ്. ഓക്കെ, അത് ജീവിതമായിരിക്കും. പക്ഷെ എങ്കിൽ പോലും ഞങ്ങളുടെ വള്ളം തന്നെ ഉണ്ടാക്കാൻ തീരുമാനം എന്താ? അത് വള്ളം എന്ന് പറഞ്ഞാല് ഞാന് കുറച്ചു കാലം മുമ്പ് ക്ലബ് മഹീന്ദ്ര റിസോർട്ടില് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചറായിരുന്നു. അപ്പൊ അത് ഞാൻ ക്രമേണ അത് വികസിപ്പിച്ച് ഈ പരുവത്തിൽ എത്തിയെന്ന് പറഞ്ഞാൽ മതി. ഒത്തിരി ശിഷ്യന്മാരൊക്കെ ഉണ്ടാവും. ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഞാൻ പോർട്രേറ്റ് മേക്കർ ആർട്ടിസ്റ്റ് ആയിരുന്നു. ഡ്രോയിങ്, പെയിന്റിങ്. ഈ അവിടെ റിസോർട്ടിലായിരിക്കും ഒരു 5,000-6,000 ആൾക്കാരൊക്കെ വരച്ചിട്ടുണ്ട്. സ്കെച്ചിങ് അത് വിട്ടു. 6,000 പേരെയോ? ചേട്ടാ അപ്പൊ ഇന്നിങ്ങോട്ട് വന്നത് എങ്ങനെയാണ്? ഒറ്റയ്ക്കാണോ പോകുന്നത്? ഈ ഒരൊറ്റ പീസും കൊണ്ടാണോ? ഇനിയിപ്പോ ഈ ഒരു പീസ് അവശേഷിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം പോയി. അതുകൊണ്ടാണ്. എന്തായാലും ഞാൻ ഇത്രയും പറയുമ്പോഴത്തേക്കിന് ഈ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇത് വാങ്ങാൻ തോന്നുന്നുണ്ടെങ്കിൽ എത്രയാണ് ഇതിന്റെ വില എന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കോ. മടിക്കണ്ട ചേട്ടാ എത്ര കാലം എടുത്തുണ്ടാക്കിയതാണല്ലോ. എനിക്ക് നമ്മുടെ ഈ നാടൻ ചുറ്റുപാടുകളിലൊരു വില പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം 1.5 വർഷത്തെ അധ്വാനം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ അതിനൊരു വില പറയുകയാണെങ്കിൽ ഒരു 50,000 പറയണം. അത് അധികം കൂടുതലാവില്ല. അത്രയും കഷ്ടപ്പാടുണ്ട്. അതിനുള്ള വർക്കുണ്ടെന്നും ഞാൻ കരുതുന്നു. ഇങ്ങനെ ആക്കി എടുക്കാന്ന് പറഞ്ഞാൽ അപ്പൊ ചേട്ടൻ വിചാരിക്കുന്ന ആ വില അതിന് കിട്ടട്ടെ, അതിൽ കൂടുതൽ കിട്ടട്ടെ. കാരണം ഒരുപാട് ടൂറിസ്റ്റുകളെ ഞങ്ങൾ ഇപ്പൊ കണ്ടിട്ടാണ് വരുന്നത്. മലയാളികൾക്കപ്പുറം അവർക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പൊ അവരെ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് നമ്മള്.
എനിക്ക് മലയാളമോ തമിഴോ ഇംഗ്ലീഷോ ഒന്നും വിഷയമല്ല. നമ്മുടെ സാധനം വിറ്റുപോണം. നമ്മുടെ സാധനം വിറ്റുപോണം, അതേ ഉള്ളൂ. അപ്പൊ അടിപൊളി ചേട്ടാ. എന്തായാലും അതിജീവനത്തിന്റെ ഉത്സവമാണ് വള്ളംകളി. ഇടുക്കിയിൽ നിന്നും ജീവിതത്തിലെ മുന്നോട്ട് പോക്കിന് വേണ്ടി വള്ളവുമായി ഇവിടെ എത്തിയതാണ്. ഞങ്ങൾ ആഞ്ഞിലി വള്ളമൊക്കെ കണ്ട് പരിചയിച്ച ആലപ്പുഴക്കാർ, ആ ആലപ്പുഴക്കാർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വള്ളം ഇതൊരു കൗതുകം തന്നെയാണ്. ചേട്ടാ ഗംഭീരമായിട്ട് കച്ചവടം നടക്കട്ടെ. താങ്ക് യു. എല്ലാവിധ ആശംസകളും ചേട്ടാ. എല്ലാവിധ ആശംസകളും. താങ്ക് യു ചേട്ടാ. ഓക്കെ ഓക്കെ. അപ്പൊ ഞങ്ങള് ആ ഒരു കണ്ടോ ഓരോ കാഴ്ചകൾ, ഓരോ മനുഷ്യരും ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തുന്നു. പല പല രീതിയിലുള്ള ആളുകളുണ്ട്. ഇതാണ് ചോദിക്കാൻ പറയാനുള്ളത്. സർക്കാരൊക്കെ കാണണം ഇത്. കാരണം അവർ ആ ഒരു വള്ളംകളി നടത്താനുള്ള ഒരു തീരുമാനം തന്നെ ഇതിനെ ആശ്രയിച്ച് കഴിയുന്ന എത്ര ഒരുപാട് മനുഷ്യരുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അത്യാവശ്യം ഒന്ന് വെയിലൊക്കെ ഒന്ന് അടങ്ങിയിട്ടുണ്ട്. ചേട്ടന്റെ വിൽപ്പനയൊക്കെ നടക്കട്ടെ, നന്നായി നടക്കട്ടെ. എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു സാഹചര്യം നമുക്കിടയിൽ ഉണ്ടാവട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. പോസിറ്റീവ് വൈബ്സ് ആണ് ഇവിടെ. അതെ അതെ. അപ്പോ ഞങ്ങള് ആ ഒരു പോസിറ്റീവ് വൈബിനൊപ്പം ഇങ്ങനെ ഒഴുകി ഒഴുകി ഒരു ചെറിയ വള്ളം പോലെ അങ്ങ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയം ശേഷം മറ്റ് മത്സരങ്ങളിലേക്കൊക്കെ കടന്നു തുടങ്ങും. അപ്പൊ മറ്റൊരു വലിയ ആവേശത്തിലേക്ക് ഗാലറികളൊക്കെ അങ്ങ് നിറഞ്ഞു തുടങ്ങും. നിലവില് അവിടെ ആ ജില്ലാ കോടതി പാലത്തിന്റെ അപ്പുറത്ത് ഇങ്ങോട്ട് ആളുകൾ നടന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകളെ കാണാനുണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന്. നടന്നാലും നഷ്ടമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഓരോ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെ ക്ഷണിക്കുന്നു ന്യൂസ് 18 ഈ കാഴ്ചകളൊക്കെ കാണാൻ. അതെ, എന്തായാലും സന്തോഷം. അശ്വതി, നാടിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. റിപ്പോർട്ടറിനപ്പുറത്തേക്ക് ഈ നാടിന്റെ ആളുകൂടിയാണ് ഞാൻ. അപ്പൊ ഞങ്ങളുടെ ക്യാമറമാൻമാരായ പ്രശാന്ത് മംഗലശ്ശേരിക്കും ഷിജു ചോറയ്ക്കും ഒപ്പം അശ്വതിയും ശരണിയും